ഒരു സുഹൃത്ത് അവരുടെ കുടുംബത്തിന് താങ്ങും തണലുമായിരിക്കണം അല്ലേ? ഈ കലിയുഗത്തിൽ കുടുംബത്തെ തകർക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം കൂടെ കൂടുന്നവർ, കൂടെ നിന്ന് ചതിക്കുന്നവർ, അങ്ങനെ എത്ര സുഹൃത്താണെന്ന് നമ്മൾ കണ്ടുവരുന്നത്. സത്യത്തിൽ ഇന്ന് നമുക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടോ? പാര വയ്ക്കാത്ത, എല്ലാ കാര്യവും വിശ്വസിച്ച് പറയാൻ പറ്റുന്ന, നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വളരെ കുറവാണ് അല്ലേ? യഥാർത്ഥ സൗഹൃദം എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്ക് കാണിച്ചു തന്ന കളങ്കമില്ലാത്ത സ്നേഹബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ആത്മബന്ധത്തിൻ്റെ ഒരു ഓർമ്മ ദിവസമാണ് ഇന്ന് കുചേല ദിനം. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഒരു പിടി അവിലും കൊണ്ട് തൻ്റെ ദുഃഖങ്ങളൊക്കെ കണ്ണനോട് പറയാൻ പോയ കുചേലന് ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് തിരികെ മടങ്ങുമ്പോൾ തൻ്റെ കൂട്ടുകാരൻ്റെ, തൻ്റെ ഭക്തൻ്റെ മനസ്സറിഞ്ഞ് എല്ലാം നൽകിയ ഭഗവാൻ ആഴത്തിലുള്ള സൗഹൃദവും ഭക്തിയുടെ ശക്തിയും ഓർമ്മിപ്പിക്കുന്ന ഈ ദിനം, കണ്ണനെ കാണാൻ പോയ കുചേലന് സദ്ഗതി നേടിക്കൊടുത്ത ആ ദിനമാണ് കുചേല ദിനം. ശരിക്കും ജീവിതത്തിൽ നമ്മൾ എവിടെ എത്തിയാലും നമ്മുടെ കൂടെ നിന്നവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമുക്ക് ഒന്നുമില്ലാതിരുന്ന സമയത്ത് നമ്മളെ ചേർത്ത് പിടിച്ചവരെയാണ് നമ്മൾ ശരിക്കും യഥാർത്ഥ സുഹൃത്തായിട്ട് കണക്കാക്കേണ്ടത് അല്ലേ? ഒരു മഹത്തായ ജീവിത പാഠമാണ് ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും സൗഹൃദം നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്രീകൃഷ്ണൻ്റെ സതീർത്ഥ്യനായ, സതീർത്ഥ്യൻ എന്ന് വെച്ചാൽ സുഹൃത്ത്, സുധാമാവ് കുചേലൻ അവിൽപ്പൊതിയുമായി ദ്വാരകയിൽ എത്തിയ സുദിനമാണ് ഇന്ന് അല്ലേ? വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയാനാവില്ല, യുഗങ്ങൾക്ക് മുൻപ് സാന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ, ഗുരുകുലം ഇന്ന് വിദ്യാലയം എന്നറിയപ്പെടുന്നു, അവർ ഒരുമിച്ചാണ് വിദ്യ അഭ്യസിച്ചിരുന്നത്. പഠനത്തിന് ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്കും കുചേലൻ തൻ്റെ വീട്ടിലേക്കും പോയിരുന്നു. വളരെ ദരിദ്ര കുടുംബമായിരുന്നു കുചേലൻ. ഭിക്ഷയാചിച്ച് കുടുംബം പുലർത്തിയിരുന്ന പൂർവികരുടെ അതേ വഴി തന്നെ കുചേലനും പിന്തുടരുകയായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം കുചേലൻ വിവാഹിതനാകുകയും തൻ്റെ മക്കളോടൊപ്പം വളരെ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോകുകയായിരുന്നു. ഒരു ദിവസം കുചേലൻ ഭിക്ഷാടനം കഴിഞ്ഞ് വളരെ ക്ഷീണിതനായിട്ട് വന്ന് തൻ്റെ വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു കുടിലിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഭഗവാൻ കൃഷ്ണനെ പറ്റി ഇങ്ങനെ പറയും, ശ്രീകൃഷ്ണൻ്റെ ലീലകളും. അങ്ങനെ കുചേലൻ ഇങ്ങനെ പല സമയത്തും പറയാറുണ്ട്. അതെല്ലാം കേട്ടുകൊണ്ടിരിക്കും കുചേലൻ്റെ ഭാര്യ. ഒരു ദിവസം അവർ പറഞ്ഞു, കൃഷ്ണൻ അങ്ങയുടെ സുഹൃത്തല്ലേ, നമ്മുടെ ഈ ദാരിദ്ര്യത്തിന് ഒരു അറുതി വരുത്താൻ ഒന്ന് പോയി കണ്ടുകൂടെ ഭഗവാനെ? അപ്പോൾ കുചേലൻ ഭാര്യയോട് പറഞ്ഞത് എന്താണെന്നോ? അദ്ദേഹത്തെ നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞ് കേൾപ്പിച്ച് ആ മനസ്സ് കൂടി വേദനിപ്പിക്കേണ്ട എന്ന്. അതുമാത്രമല്ല, കുറേ കാലമായില്ലേ എന്നെ തിരിച്ചറിയുമോ എന്നും സംശയമാണ്. നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ വിധിയാണ്, ഇതിനായിട്ട് ഞാൻ പോകില്ല എന്ന് കുചേലൻ ഭാര്യയോട് പറഞ്ഞു. പക്ഷേ ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കാര്യം പോട്ടെ, കുട്ടികൾ പട്ടിണി കിടന്ന് മരണാവസ്ഥയിൽ എത്തിയിരിക്കുന്നു, അങ്ങ് പോയി കാണുക, നമ്മുടെ കൊടും ദാരിദ്ര്യത്തിൻ്റെ വിവരമെല്ലാം കൃഷ്ണനോട് പറയൂ, എന്തായാലും പോകുക തന്നെ വേണം, ഭാര്യ നിർബന്ധിക്കുകയാണ്. നമ്മുടെ ജീവിത പരാജയം മറ്റൊരാളോട് പറയുന്നത് ശരിയല്ല എന്നൊക്കെ കുചേലൻ പറയുന്നുണ്ട്. പക്ഷേ ഭാര്യ പറയും, അങ്ങയുടെ സുഹൃത്തല്ലേ കൃഷ്ണൻ, അതിൽ തെറ്റൊന്നുമില്ല എന്നും പറഞ്ഞ് ഭാര്യ നിർബന്ധിച്ചു. ഒടുവിൽ തൻ്റെ കഷ്ടതകൾക്ക് ഒരു അവസാനമുണ്ടാകുവാൻ എന്തെങ്കിലും ഒരു പരിഹാര മാർഗമുണ്ടാകുമെന്ന് കരുതി മനസ്സില്ലാ മനസ്സോടെ കുചേലൻ ദ്വാരകയിലേക്ക് യാത്രയായി. പോകുന്നതിന് മുൻപ് തൻ്റെ സുഹൃത്തിന് എന്തെങ്കിലും കൊണ്ടുപോകണം. കൃഷ്ണൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയുന്ന ആളാണ് കുചേലൻ. കാണുമ്പോൾ തന്നെ എനിക്കെന്താ കൊണ്ടുവന്നേ എന്ന് ചോദിക്കും. ഭിക്ഷ യാചിച്ച് കിട്ടിയ അവിൽ കുറച്ചുണ്ടായിരുന്നു.
അതിലാണെങ്കിലോ കല്ലും മണ്ണും നെല്ലും അടങ്ങിയ അവിൽ ഒരു തുണിയിൽ പൊതിഞ്ഞു കെട്ടി. അവിൽ കിഴിയും കൊണ്ട് കുചേലൻ ദ്വാരകയിലേക്ക് യാത്രയായി. ദ്വാരകയിലെത്തിയ കുചേലനെ കണ്ട് ദ്വാരകാ നിവാസികൾ കളിയാക്കി. ഹേ ദരിദ്ര, നീ ഏത് ദേശക്കാരനാണ്? നിന്റെ വേഷഭൂഷാദികളെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. നീ എന്തിനാണ് ദ്വാരകയിൽ വന്നത്? പരിഹാസം കേട്ട് മുന്നോട്ട് നടക്കുകയാണ് കുചേലൻ. പക്ഷേ സത്യത്തിൽ ഇതെല്ലാം കുചേലന്റെ വെറും തോന്നലായിരുന്നു. അങ്ങനെ ദ്വാരകാവാസികൾ തന്നെ കാണുമ്പോൾ ചിന്തിക്കുമോ എന്നുള്ള ഒരു മനസ്സിൻ്റെ അപകർഷതാബോധം എന്നൊക്കെ പറയാം. കൃഷ്ണന്റെ കൊട്ടാരം കണ്ടതും കുചേലൻ തിരികെ പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ കുചേലൻ വന്ന വിവരം അറിഞ്ഞ് കൃഷ്ണൻ കുചേലൻ വരുന്ന വഴിയിൽ പോയി ആദരിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവിധ ആതിഥ്യ മര്യാദയും നൽകി കൃഷ്ണൻ സഹപാഠിയായ കുചേലനെ ആദരിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുകയല്ലേ രണ്ടുപേരും. പരസ്പരം വിശേഷങ്ങൾ പറയുകയാണ്. അതിനിടയിൽ കുചേലൻ മറച്ചു പിടിച്ചിരുന്ന അവിൽപ്പൊതി ശ്രീകൃഷ്ണൻ കണ്ടുപിടിച്ചു. കൃഷ്ണൻ നിർബന്ധപൂർവം അവിൽപ്പൊതി വാങ്ങി ഒരു പിടി കഴിക്കുകയും വീണ്ടും ഭക്ഷിക്കാനായി പോയപ്പോൾ രുക്മിണി തടഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം കഴിച്ചപ്പോൾ തന്നെ കുചേലന് വേണ്ടുന്ന സഹായം ലഭിച്ചു കഴിഞ്ഞിരുന്നു. ഇനി വീണ്ടും കൃഷ്ണൻ അവിൽ കഴിച്ചാൽ മഹാലക്ഷ്മി തന്നെ കുചേലന്റെ വീട്ടിലെത്തും. ഇതറിയാവുന്ന രുക്മിണി കൃഷ്ണനെ തടഞ്ഞത്. എന്നാൽ നമ്മുടെ കുചേലൻ ഭഗവാനോട് വിശേഷങ്ങൾ പറയുകയും ചോദിക്കുകയും ചെയ്തു. പക്ഷേ തൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഒരു സഹായവും ചോദിച്ചില്ല. കൃഷ്ണനെ കണ്ടതോടുകൂടി താൻ വന്നത് എന്തിനാണെന്ന് സത്യത്തിൽ കുചേലൻ മറന്നുപോയിരുന്നു. കൃഷ്ണനോടൊപ്പം കഥകളും കാര്യവും പറഞ്ഞ് അവിടെ ഒരു ദിവസം താമസിച്ച് പിറ്റേന്ന് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. നടന്ന് വീടിനടുത്ത് എത്തിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി കുചേലൻ. തൻ്റെ കുടിൽ കാണുന്നില്ല. അവിടെ ദ്വാരകാപുരിയിലെ കൊട്ടാരം നിൽക്കുന്നതായി കണ്ടു. താൻ വഴിതെറ്റി വീണ്ടും ദ്വാരകയിൽ തന്നെ എത്തിച്ചേർന്നോ? കുചേലൻ സംശയിച്ച് നിൽക്കുകയാണ്. കൊട്ടാരമുറ്റത്ത് തന്നെ അമ്പരന്ന് നിൽക്കുന്ന കുചേലനെ തൻ്റെ ഭാര്യ കണ്ടു. അവർ ഓടിച്ചെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും വന്നുവെന്നും ദാരിദ്ര്യം മാറിയെന്നും കുചേലൻ മനസ്സിലാക്കി. പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു. ഇതാണ് കുചേല ദിനം ആചരിക്കുവാനുള്ള കഥാസാരം. കടുത്ത ദാരിദ്ര്യത്തിലും കുചേലൻ തൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയില്ല. അധികാരവും സമ്പത്തും ഉണ്ടായിട്ടും ശ്രീകൃഷ്ണൻ ഭഗവാൻ തൻ്റെ ബാല്യ സുഹൃത്തിനോടുള്ള ആദരവും സ്നേഹവും ഒരിക്കലും മറന്നതുമില്ല. ഒരു പിടി അവിൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തിനേക്കാൾ മൂല്യമുള്ളതാകുന്നത് പരിശുദ്ധമായ സ്നേഹവും വിശുദ്ധമായ മനസ്സുമുള്ളപ്പോൾ മാത്രമാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിത പാഠത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അരലൈസ് വ്ളോഗ്സിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.